കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ചിന്തകളിൽ രക്ഷയിൽ ദൈവകൃപയുടെ അമൂല്യമായ സ്ഥാനം എന്ന വിഷയമാണ് ഈ പ്രഭാതത്തിൽ നാം പഠിക്കുന്നത്. എല്ലാ രക്ഷാപദ്ധതിയിലും ആവശ്യം വേണ്ടുന്ന 7 വിധ കാര്യങ്ങൾ ഇന്നലെ നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് ദൈവിക പദ്ധതിക്ക് വേണ്ടിയുള്ള പരിഹാരം ദൈവം തന്നെ വിഭാവനം ചെയ്തത്, മനുഷ്യന് വേണ്ടിയുള്ള ദൈവിക രക്ഷയുടെ പരിഹാരമാർഗം, പോംവഴി, അതിനുവേണ്ടി കണ്ടെത്തിയ ദൈവിക പദ്ധതിയെ നാം ഇന്ന് പലകാലം വീണ്ടും വിചിന്തനം ചെയ്യുകയാണ്. നിസ്തുലമായ ഒരു പരിഹാരമാണ് അതിനുവേണ്ടി ദൈവം ഒരുക്കിയത്. എന്താണ് ആ പരിഹാരം? അത് മറ്റൊന്നുമല്ല, ഒരു പകരക്കാരൻ എന്ന പദത്തിലാണ് ഈ പ്രശ്നത്തിന്റെ അവസാനം. അനുയോജ്യമായ ഒരു പകരക്കാരൻ ജനത്തിന്റെ പാപങ്ങളുടെ പിഴയൊടുക്കണം. പകരക്കാരൻ എന്ന ആശയം നമുക്ക് വളരെ പരിചിതമാണല്ലോ. ചില കളികളിൽ കോച്ച് ഒരു കളിക്കാരന് പകരം മറ്റൊരാളെ കളിക്കളത്തിലേക്ക് നിയോഗിക്കും. പഴയ നിയമകാലത്തെ ഒരു സാധാരണ യഹൂദന് പോലും പകരക്കാരൻ എന്ന ആശയം നന്നായി ഗ്രഹിച്ചിരുന്നു. അവൻ ഒരു മൃഗത്തെ യാഗപീഠത്തിൽ കൊണ്ടുവന്ന് ആ മൃഗത്തിന്റെ തലയിൽ തന്റെ കരങ്ങൾ വെക്കുമ്പോൾ തന്റെ സ്ഥാനത്ത് കൊല്ലപ്പെടുവാൻ പോകുന്ന ഒരു മൃഗത്തിന്മേൽ തന്റെ പാപങ്ങൾ ചുമത്തപ്പെടുന്നതായി അവൻ മനസ്സിലാക്കിയിരിക്കുന്നു. അതെ, പാപികളായ മനുഷ്യവർഗത്തിന്റെ സ്ഥാനത്ത് മരിക്കുന്നതിന് ഒരു പകരക്കാരനെ കണ്ടെത്തുക എന്നതായിരുന്നു ദൈവത്തിന് മുമ്പിലുണ്ടായിരുന്ന ഒരു ധർമ്മസങ്കടത്തിന് നിസ്തുലമായൊരു പരിഹാരം. എവിടെയും ഈ പകരക്കാരൻ 5 വിധ വ്യവസ്ഥകൾ പൂർത്തീകരിക്കുവാൻ ബാധ്യസ്ഥനായിരിക്കണം. എന്താണ് പ്രിയമുള്ളവരെ ഈ 5 വിധ വ്യവസ്ഥകൾ പകരക്കാരിൽ നിന്ന് ലഭിക്കേണ്ടത്? 1, പകരക്കാരൻ മനുഷ്യനായിരിക്കണം. അല്ലാത്ത പക്ഷം ആ കൈമാറ്റം ന്യായയുക്തമോ തുല്യമോ ആയിരിക്കുകയില്ല. 2, പകരക്കാരൻ പാപമില്ലാത്തവനായിരിക്കണം. അല്ലാത്ത പക്ഷം അവൻ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി മരിക്കേണ്ടി വരും. 3, പകരക്കാരൻ ദൈവമായിരിക്കണം. അസംഖ്യം മനുഷ്യരുടെ അസംഖ്യം പാപങ്ങൾക്കും ഭൂത വർത്തമാന ഭാവികാല പാപങ്ങൾക്കും പ്രായശ്ചിത്തം വരുത്തുവാൻ അനാദിനായ ഒരുവന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. 4, പകരക്കാരൻ തന്റെ രക്തം ചൊരിയണം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപക്ഷമയില്ല എന്ന ദൈവിക പ്രമാണം ദൈവവചനം പറഞ്ഞിരിക്കുന്നു. കാരണം ജീവൻ രക്തത്തിലാണ്. ജീവന് പകരം മറ്റൊന്നുമില്ല, ജീവൻ മാത്രമേ ഉള്ളൂ. 5, പകരക്കാരൻ മരിക്കുന്നതിന് മനസ്സുള്ളവനായിരിക്കണം. അല്ലാത്ത പക്ഷം അധർമ്മികളായ പാപികൾക്ക് വേണ്ടി മരിക്കുന്നതിന് സ്വമേധയാ മനസ്സ് വെക്കാത്ത ഒരു മനുഷ്യനെ അനീതിയായി ദൈവം നിർബന്ധിച്ചു എന്ന് പിന്നത്തേതിൽ സാത്താൻ കുറ്റപ്പെടുത്തും. ഇന്ന് ഈ പ്രഭാതത്തിലും പ്രിയമുള്ളവരെ, നാം ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ രക്ഷയിൽ വെളിപ്പെട്ട ദൈവകൃപയെ കുറിച്ച് പരിശുദ്ധമോ വളരെ വ്യക്തമായ ആലോചനയാണ് നമുക്ക് നൽകുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പകരക്കാരനായ, മധ്യസ്ഥനായ, മഹാപുരോഹിതനായ, എനിക്കുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി മറുവിലയായി തീർന്ന യേശു ഈ എല്ലാ വ്യവസ്ഥകളിലും അനുയോജ്യനായി തീർന്നു. അല്ലെങ്കിൽ നമ്മുടെ പകരക്കാരൻ 5 പരിശോധനകളിലും ജയാളിയായി തീർന്നു. ഒന്നുകൂടെ ഞാൻ അടിവരയിട്ട് പറയട്ടെ, യേശുക്രിസ്തു മാത്രമാണ് ഈ എല്ലാ വ്യവസ്ഥകളെയും തൃപ്തിപ്പെടുത്തുന്ന പ്രപഞ്ചത്തിലെ ഏക വ്യക്തി. നാം ഈ പ്രഭാതത്തിൽ വചനം ആഴത്തിൽ പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. എപ്രകാരം യേശു എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അനുയോജ്യനായി തീർന്നു എന്ന് പഠിക്കുമ്പോൾ, 1, യേശു ബേത്ലഹേമിൽ മനുഷ്യനായി. കന്യക മറിയയിൽ യേശു ജനിച്ചു. യേശു ഒരു സമ്പൂർണ്ണ മനുഷ്യനാണ്. നമ്മുടെ ദൈവം ഏറ്റവും ചെറുതായി അപ്രമേയം വിധം മനുഷ്യനായി തീർന്നു. സർവ്വത്തെയും സൃഷ്ടിച്ച സർവ്വചരാചങ്ങളുടെയും ഉടമസ്ഥനും സർവ്വത്തിനെയും കാരണഭൂതനായ കർത്താവ് മറിയയുടെ ഗർഭപാത്രത്തിൽ ഒരു ശിശുവായി ഉരുവായി. 2, അവൻ ദൈവമാകുന്നു. അവന് ദൈവത്തിന്റെ സകല സ്വഭാവ ഗുണങ്ങളുമുണ്ട്. ദൈവത്തിന്റെ എല്ലാ നാമങ്ങളും അവനിലുണ്ട്. അവൻ പിതാവാൻ ദൈവത്തോട് സമത്വമുള്ളവനാണ്. 3, അവൻ പാപമില്ലാത്തവനാണ്. അതിന് അനിഷേധ്യമായ രേഖകളുണ്ട്. ദൈവത്തിന് പറയുന്നു, അവൻ പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, അവനിൽ പാപമില്ല. പാപികൾക്ക് പകരക്കാരനായി കാൽവരി ക്രൂശിൽ യേശു സ്വന്തം രക്തം ചൊരിഞ്ഞു. സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്തെ ജനകോടികൾ തങ്ങളുടേതായി സ്വീകരിച്ചിരിക്കുന്നു. 5, പാപികൾ രക്ഷിക്കപ്പെടുവാൻ തക്കോണം അവൻ സ്വമനസ്സാലെ അത് ചെയ്തു. ഒരിക്കലും കർത്താവ് വൈമനസ്യം കാണിച്ചില്ല, മാറി നിന്നില്ല. കർത്താവ് യേശു ദൈവഹിതത്തിനു വേണ്ടി സന്തോഷത്തോടെ തന്നെ താൻ സമർപ്പിച്ചു. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മുടെ പകരക്കാരൻ എന്ന സത്യം വേദപുസ്തകത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയും. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു മരിക്കുന്നു. നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യഹോവ നമ്മുടെ എല്ലാവരുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തി. സ്നാപക യോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അത്ഭുത പരതന്ത്രനായി പൗലോസ്ലീഹ പറയുന്നു, എന്നെ സ്നേഹിച്ചു എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ. പുതിയ നിയമസഭയുടെ 1-ാമത്തെ അപ്പോസ്തലൻ പത്രോസ് നൽകുന്ന വിശേഷണം, അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് മരത്തിന്മേൽ കയറി. യോഹന്നാൻ വീണ്ടും വ്യക്തമാക്കുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. പ്രിയമുള്ളവരെ,
അപ്പോസ്തലന്മാരുടെ സാക്ഷി. വേദപുസ്തകത്തിൽ ഉടനീളം കാണുവാൻ കഴിയുന്ന ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മറുവലിയായി തീർന്ന, പകരക്കാരനായി തീർന്ന, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ, സ്വർഗത്തിൽ നയിക്കപ്പെട്ട അപ്പോസ്തലനായ, തന്റെ പാപപരിഹാര ബലി കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് സ്വർഗസ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോയ മഹാപുരോഹിതനായ യേശു. പഴയ നിയമത്തിൽ എല്ലാ പുരോഹിതന്മാരും ശുശ്രൂഷിച്ച് അവിടെ നിൽക്കുകയാണ്. ആരും ഇരിക്കുന്നില്ല, വേല പൂർത്തീകരിച്ചില്ല, പ്രവൃത്തി തികച്ചില്ല. പക്ഷെ ദൈവത്തനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി സ്വർഗോന്നതകളിൽ കരേറിപ്പോയി. പിതാവിന്റെ വലത്ത് ഭാഗത്ത് പുത്രൻ ഇരുന്നു. ആ മഹത്വത്തിൽ പുത്രൻ ഇരുന്നു. വേല തികച്ചു, എല്ലാം നിവൃത്തിയാക്കി, എല്ലാം നന്നായി ചെയ്തു. നമ്മുടെ പകരക്കാരൻ ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ഈ യാഥാർത്ഥ്യം, ഈ സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക്, ജയത്തിലേക്ക്, വിജയകരമായ ജീവിതാനുഭവങ്ങളിലേക്ക് നയിക്കും. അതിനുവേണ്ടി ഇന്ന് പലക്കാലം ഒരു ജയാളിയുടെ ജീവിതം ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.